ദൈവത്തിന് മഹത്വം. സ്നേഹവന്ദനം. ഇത് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. അനാഥന് ഒരു സഹായിയുണ്ട്. സങ്കീർത്തനം 10:14. നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നികലേൽപ്പിക്കുന്നു. അനാഥന് നീ ഒരു സഹായിയാകുന്നു. തൻ്റെ പ്രവർത്തികൾ ദൈവം കാണുന്നില്ല എന്ന ദുഷ്ടൻ്റെ അവകാശവാദത്തിന് ഒരു ഖണ്ഡനമാണ് ഈ വാക്യം. ഈ അഹങ്കാരത്തിന് കാരണം ദൈവം ഇല്ല എന്ന ചിന്തയുടെ പരിണിത ഫലമാണ്. അല്ലെങ്കിൽ ദൈവം മറന്നിരിക്കുന്നു, കാണുകയില്ല എന്ന വിചാരം. വാക്യം 11. ദാവീദ് 33-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, ഉറപ്പോടെ പറയുന്നു, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു എന്ന്. അനാഥൻ്റെ മേൽ ദുഷ്ടൻ ചെയ്യുന്ന അതിക്രമത്തിൻ്റെ എല്ലാ വശങ്ങളും അവൻ ഗ്രഹിക്കുന്നുണ്ട്. ഭോഷത്വം, പക എന്ന രണ്ട് പദങ്ങളിൽ ഭൗതികമായും വികാരപരവുമായ പീഡനത്തെയാണ് കാണിക്കുന്നത്. ദൈവം ദുഷ്ടൻ്റെ പ്രവർത്തികളെ അറിയുന്നു എന്ന് മാത്രമല്ല, അതുണ്ടാക്കുന്ന വേദനയെക്കുറിച്ചും ബോധവാനാണ്. ദുഷ്ടൻ്റെ അഹങ്കാരം ഉണ്ടാക്കുന്ന പരിസ്ഥിതിയെയും ദൈവം നിയന്ത്രിക്കുന്നു. ഇയ്യോബ് 42:2 പറയുന്നു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ആരും സഹായമില്ലാത്ത അഗതി ദൈവത്തിൽ ആശ്രയിക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട പരദേശികളായിരിക്കുന്ന യഹൂദന്മാരോട് പത്രോസ് പറയുന്നു, സകല ഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. പൗലോസ് പറയുന്നു, ഒരു ശക്തിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന്. പുരാതന സമയത്ത് അനാഥൻ സമൂഹത്തിലെ ഏറ്റവും ദുർബലനാണ്. വിധവമാരും അപ്രകാരമാണ്. അനാഥനെയും സഹായിക്കും എന്ന ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. യാക്കോബ് 1:27 പറയുന്നത്, അനാഥരെയും വിധവയെയും സന്ദർശിക്കുവാൻ അതാണ് യഥാർത്ഥ ഭക്തി എന്നാണ്. ദൈവം നമുക്ക് സഹായകനാണ്. ധാരാളമായി അവൻ നമ്മെ സഹായിക്കും. അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.